ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിനും കാലറീസ് ഉണ്ട്. നമ്മൾ പറയും ഫാറ്റ് പോകാൻ കാലറി ഡെഫിസിറ്റ്, പിന്നെ മസിൽ ബിൽഡ് ചെയ്യാൻ കാലറി സർപ്ലസ്. അപ്പോൾ എന്താണ് ഈ കാലറി ഡെഫിസിറ്റ്? എന്താണ് കാലറി? കാലറി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിനും എക്സെപ്റ്റ് വാട്ടർ എല്ലാത്തിനും അറ്റ്ലീസ്റ്റ് മിനിമം ഇത്ര കാലറീസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അകത്തോട്ട് ചെന്ന് അതെല്ലാം ആഡ് ഓൺ ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ കാലറീസ് വരും. ഇപ്പം നമ്മളിത് ചെറിയൊരു സാധനം കഴിച്ചാൽ, ഒരു ചെറിയ നട്ട്സ് അല്ലെങ്കിൽ ചെറിയ കാപ്പി അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ചെറിയ കുടിച്ചാൽ, കാപ്പി, ചായ, എല്ലാത്തിനും എക്സെപ്റ്റ് വാട്ടർ. അപ്പോൾ എന്താണ് ഈ കാലറി? ഈ കാലറി എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു വാക്കല്ല, അതൊരു സയൻസാണ്. എന്ന് വെച്ചാൽ ഒരു ബോംബ് കാലറിമീറ്റർ എന്ന് പറഞ്ഞ അതിലോട്ട് ഈ ഫുഡ് സാമ്പിൾ ഇട്ട് നമുക്ക് അതിൻ്റെ ആ ഫുഡ് കത്തിച്ച് കളയാനായിട്ടൊരു ഹീറ്റ് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് വെള്ളമുണ്ട്. ആ ഹീറ്റ് ടെമ്പറേച്ചർ റേസ് ചെയ്യും. ആ ടെമ്പറേച്ചർ റേസ് ചെയ്യുന്ന ആ ഡിഫറൻസ്, അപ്പോൾ അത് എത്ര ഗ്രാമിന് എത്ര കത്തിച്ചു എന്നുള്ളതാണ് ഒരു കാലറി. അങ്ങനെ നമ്മൾ എന്തോരം കഴിക്കുന്നു അതനുസരിച്ച് അത് കത്തിച്ച് കളഞ്ഞ് ഈ ടെമ്പറേച്ചർ റേസ് ചെയ്ത്, വാട്ടർ ലെവൽ റേസ് ചെയ്ത്, ടെമ്പറേച്ചർ റേസ് ചെയ്യുന്ന ടോട്ടൽ കാലറീസ് ബേൺഡ്. ഇതാണ് കാലറീസിൻ്റെ ഒരു സയൻസ്. സോ ഇത് അറിയുകയാണെങ്കിൽ നമ്മുടെ അകത്തും കഴിക്കുമ്പോൾ ഈ സാധനം നമ്മുടെ ബോംബ് കാലറിമീറ്റർ വെച്ചിട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ശരീരം അതിനെ ബേൺ ചെയ്ത് കളയണം. അതിനെ ആ കാലറീസിനെ ബേൺ ചെയ്ത് കളയുക. അപ്പോൾ അതിനെ ഞാൻ പറഞ്ഞു, ഒന്നുമില്ലാതെ ഈ റെസ്റ്റിംഗ് ടൈമിൽ തന്നെ, ഒരു എക്സസൈസും ഇല്ലാത്ത സമയത്ത് റെസ്റ്റിംഗ് ടൈമിൽ തന്നെ നമുക്ക് ഒരു എനർജി ആവശ്യമാണ്. അപ്പോൾ കൂടുതൽ വർക്കൗട്ട് ചെയ്ത് നല്ല ഭക്ഷണം കഴിക്കുക, വർക്കൗട്ടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കത്തിക്കും. അപ്പോൾ നമുക്ക് എത്ര കാലറി കഴിച്ചു, എത്ര കാലറി നമുക്ക് കത്തിച്ച് കളയണം, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ലെവൽ, ആക്ടിവിറ്റി ലെവൽ, പിന്നെ എന്ത് ഫുഡ് കഴിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാലറിയുടെ സയൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഹെൽത്തി ലൈഫ്.